നമ്മുടെ ഈ ഭൂമണ്ഡലം ജീവജാലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സസ്യലതാദികളും പക്ഷിമൃഗാദികളുമെല്ലാം ജീവജാലങ്ങളാണ്. അവയെ സൃഷ്ടിച്ച ദൈവം എന്തുദ്ദേശത്തിൽ സൃഷ്ടിച്ചുവോ, അല്ലെങ്കിൽ എന്ത് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചുവോ, ആ ഫലങ്ങളെല്ലാം സസ്യലതാദികളും പക്ഷിമൃഗാദികളും ഉളവാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന ജീവി ദൈവം ആഗ്രഹിക്കുന്ന ഫലം അവനിൽ നിന്ന് പുറപ്പെടുന്നില്ല എന്നുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഫലം എന്ന് പറയുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം എന്നിങ്ങനെയുള്ള ഫലങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നു. അത് ആത്മാവിൽ നിന്നുളവാകുന്ന ഫലമാണ്. ഇപ്രകാരം ആത്മാവിൽ നിന്നുളവാകുന്ന ഈ ഫലം മനുഷ്യനിൽ നിന്ന് ഉളവാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മനുഷ്യൻ്റെ ആത്മാവ് നിർജീവ അവസ്ഥയിലാണ് എന്നുള്ളതാണ്.